ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത് കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നേന്ത്രപ്പഴം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു ബ്രൗണീൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഇത് കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുണ്ട് ഇത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് 3 മണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ച പച്ചരിയാണ്. ഇനി നമുക്ക് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ ഇതിന് നല്ലത്. അപ്പോൾ ഇതാ ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഓരോന്നിനും കറക്റ്റ് അളവ് കാണിച്ചിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കൽത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ 1 കപ്പ് നേന്ത്രപ്പഴമാണ് എടുത്തത്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഓവർ ഒഴിക്കണ്ട, 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു നേന്ത്രപ്പഴം വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുതിർത്ത് വെച്ച പച്ചരി ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് അത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 2 ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തോട് കളഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതാ കുറച്ച് ചോറും കൂടി ആവശ്യമുണ്ട്. 1/4 കപ്പ് ചോറ് ഇത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് അരക്കാനായി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 1/4 കപ്പും കുറച്ച് കൂടുതലും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പും ഒരു 3 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂണ് അത്രയാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് ഒഴിക്കണ്ട. പിന്നെ ഇതാ നമ്മൾ തേങ്ങ കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പഴത്തിൻ്റെ അതിലേക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതാ ശർക്കരയാണ് ആവശ്യം. 1 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര എടുക്കുമ്പോൾ പൊടിച്ച ശർക്കര ആണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. നമുക്കിതുപോലെ ചെയ്യുമ്പോൾ അതിൻ്റെ വെള്ളമൊന്നും വറ്റാതെ കറക്റ്റ് അതിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വെള്ളം വറ്റിയിട്ടുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് അലിയിച്ചെടുക്കണം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ നേരത്തെ അരച്ച് വെച്ചതൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരയും മെൽറ്റ് ആയതിന് ശേഷം നമ്മൾക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച ഉടനെ തന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുക്കാം. നല്ല പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. ഇനി ഇതാ പാന് വെച്ചിട്ടുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത നേന്ത്രപ്പഴം ഇട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇത് ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ നമ്മളിത് വാട്ടിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി നമ്മൾക്ക് അതേ പാനിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണയിലിട്ട് ഞാനിതാ തേങ്ങ കൊത്തിട്ട് പിന്നെ ഇതാ കുറച്ച് സവാളയാണ് എടുത്തത്. സവാള അല്ല, ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. പിന്നെ ഇത് നല്ല ഗോൾഡൻ കളർ, നല്ലൊരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതാ നമ്മുടെ ബാറ്ററിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് നമ്മുടെ മധുരത്തിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ മിക്സാക്കി നമുക്ക് ഇത് റെഡിയാക്കാം. പിന്നെ ഇതാ നമ്മൾ വറുത്ത് വെച്ച ഇതിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ഇടണ്ട, നമ്മൾ മുകളിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ അപ്പച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അപ്പച്ചട്ടി എടുക്കാൻ കാരണം നമ്മൾ ഇത് നേന്ത്രപ്പഴമൊക്കെ കൂട്ടി അരച്ചതുകൊണ്ട് തന്നെ നമ്മളിത് കൂടുതൽ അതിൻ്റെ ഉൾഭാഗം വെന്തില്ലെങ്കിലോ എന്നുള്ളതിലാണ്. പിന്നെ ഇതിലാകുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ പീസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഓരോ ആൾക്കാർക്ക് ഓരോന്ന് വിധത്തിൽ നമുക്കിത് കൊടുക്കാനും നല്ല സുഖമല്ലേ. അപ്പോൾ അങ്ങനെ ഇതുണ്ടാക്കിയതാണ്. പിന്നെ നിങ്ങൾക്ക് തടിയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതായ ഒരു ഭാഗം വെന്തതിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട്. നേന്ത്രപ്പഴം ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്തും സവാളയൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടാണ് നമ്മളിത് അടച്ചു വെക്കുന്നത്. അപ്പോൾ ഒരു ഭാഗം വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിക്കേണ്ടത്. ഫ്ലെയിം കൂടിയാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. തിരിച്ചിട്ടതിന് ശേഷം ഒന്നുകൂടെ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കണം.
അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കൽത്തപ്പം ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ലൊരു ബ്രൗണീൻ്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിലേക്ക്. അപ്പോൾ നല്ല സോഫ്റ്റാണ് ഇത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിച്ചു തരാം. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. പിന്നെ അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.